ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇന്ന് കുറച്ച് വൈകിട്ടാണ് എണീറ്റിരിക്കുന്നത്. സൂര്യൻ എണീറ്റിരുന്ന് പഠിക്കുന്നൊക്കെ ഉണ്ട്. ഇന്ന് സൂര്യന് എക്സാം അല്ലേ, എക്സാം ടൈം ആയ കാരണം നേരത്തെ എണീറ്റ് പഠിക്കുന്നുണ്ട്. ഞാനിത്തിരി വൈകിട്ടാണ് എണീറ്റിരിക്കുന്നത്. ഏട്ടന് 9 മണിയാകുമ്പോഴേക്കും പോയാൽ മതിയല്ലോ, അപ്പോഴേക്കും ഫുഡൊക്കെ റെഡിയാക്കിയാൽ മതി. പതിവ് പോലെ ആദ്യത്തെ പണി ഈ ചോറ് വെപ്പ് തന്നെയാണ് കേട്ടോ. രാവിലെ രാത്രി ചോറ് വെക്കാത്ത എന്താണെന്നറിയോ, ഈ ഹോട്ട് ബോക്സിനകത്ത്. പിന്നെ രാവിലെ അത് ഒന്നുകൂടി തിളപ്പിക്കണം എന്ന് തോന്നുന്നുണ്ട് അല്ലേ, രാവിലെ അത് വാർക്കണതിൻ്റെ മുൻപ്. അപ്പോൾ ഞാൻ ഫുള്ള് ഗ്യാസിലാണ് ചെയ്യുന്നത്. ഇങ്ങനെ മറ്റേ വിറകടുപ്പില്ല. അപ്പോൾ പിന്നെ ഗ്യാസ് അധികം നഷ്ടം വേണ്ടല്ലോ, വീണ്ടും ഒന്നുകൂടി തിളപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ കുറച്ചൊരു 10 മിനിറ്റ് നേരത്തെ എണീറ്റാൽ മതിയല്ലോ എന്നും. അപ്പോൾ അത് കാരണമാണ് രാവിലെ തന്നെ ഈ ചോറ് വെപ്പും ഒരു ചോറ് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം നേരത്തെ എണീക്കുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഗ്യാസ് ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ വിറകടുപ്പിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്കും തോന്നി. അത് കാരണമാണ് പിന്നെ വിറകടുപ്പ് വീട് വേണ്ട സമയത്ത് തന്നെ വിറകടുപ്പ് വേണ്ടാന്ന് ആദ്യം തീരുമാനം എടുത്തത്. ഇത് വെള്ളപ്പമാവാണ് കേട്ടോ. ഇന്നലെ ഈവനിങ് അരച്ച് വെച്ചതാണ്. ഇന്ന് വെള്ളപ്പും സ്റ്റ്യൂ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം കിടക്കുന്ന സമയത്തൊക്കെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെയൊക്കെ ഞാൻ കിച്ചണിൽ കൊടുത്തിട്ട് ഇങ്ങനെ വയ്ക്കുമെന്ന്. അതിലത്തെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് അതൊക്കെ പോകണമെങ്കിൽ ഞാനത് എൻ്റെ യഥാസ്ഥാനത്തേക്കൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. പിന്നെ ഇന്നലെ ഞാൻ വേപ്പില വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വേപ്പില അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല. അധികം ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ, കുമ്പിടി പോകുമ്പോൾ അവിടുന്ന് പൊട്ടിച്ച് കൊണ്ടുവരിക ചെയ്യുക. അപ്പോൾ കുറേ ദിവസത്തിന് അങ്ങനെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസത്തിന് ഉണ്ടാവുമല്ലോ. പക്ഷേ ഇപ്രാവശ്യം അത് അവിടെ നമ്മൾ വീട്ടിലൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നുണ്ട്. ഈ കുറേ വേപ്പുമരമുണ്ട്, പക്ഷേ അതിലുമുള്ളൊക്കെ ഇലയൊക്കെ ആകെ ഉണങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ ഇവിടുന്ന് പുറത്തുനിന്ന് ഷോപ്പിൽ നിന്ന് വേപ്പില വാങ്ങിച്ച് അതൊക്കെ ഇങ്ങനെ കഴുകി ഇങ്ങനെ ഇന്നലെ രാത്രിയില്ലേ കൊണ്ടുവന്ന് അതൊക്കെ കഴുകി ഒരു കോട്ടൺ ടവലിൽ വിരിച്ചിട്ട് അതിൽ വെള്ളമൊക്കെ പോകാൻ വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇന്ന് രാവിലെ എടുത്തിട്ട് അങ്ങ് ബോക്സിനകത്ത് എടുത്ത് വെച്ചാൽ മതിയല്ലോ. ഇവിടെ വേപ്പ് തൈ പിടിപ്പിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ വീട് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അത് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് മുകളിൽ നിന്ന് ഇലയൊക്കെ പൊട്ടിക്കണമെങ്കിൽ കുറേ മാസങ്ങൾ കഴിയില്ലേ. അപ്പോൾ അത് ഇങ്ങനെ തളിർത്ത് വരുന്നേ ഉള്ളൂ. ഗൾഫിലായിരുന്ന സമയത്തും അതേ വേപ്പില നാട്ടിൽ നിന്ന് കൊണ്ടുപോകും. നാട്ടിൽ വന്ന് തിരിച്ചു പോകുമ്പോഴും അപ്പോൾ കുറേ കൊണ്ടുപോകും. എന്നിട്ട് പിന്നെ ഒരു മാസത്തിന് മീതെ യൂസ് ചെയ്യാൻ പറ്റും. ഫ്രിഡ്ജിൽ അങ്ങനെ നന്നായിട്ട് സൂക്ഷിച്ച് വെച്ചാൽ കുറേ കാലത്തിന് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ശ്രീജു. അപ്പോൾ അവനാണ് എനിക്ക് ഇതേപോലെ നാട്ടിൽ വന്നാൽ തിരിച്ചു വരുമ്പോൾ അവനിടയ്ക്ക് വരും. അപ്പോൾ അതേപോലെ മല്ലിപ്പൊടി, മുളക് പൊടി, വേപ്പില, ഇനി വേണ്ട സാധനങ്ങൾ, എനിക്ക് വീട്ടാവശ്യത്തിലുള്ള സാധനങ്ങളൊക്കെ അമ്മ കൊടുത്തയക്കുക അവനാണ്. അത് വേറെ ആരുടെ അടുത്തും ഞാൻ പറയാറില്ല, പക്ഷെ അവൻ്റെ അടുത്ത് പറയാൻ എനിക്ക് മടിയുമില്ല കേട്ടോ. ഇനി സ്റ്റൂവിലേക്ക് വേണ്ട ഉരുളക്കിഴങ്ങ് ഉള്ളിയൊക്കെ നുറുക്കി വയ്ക്കുകയാണ് കേട്ടോ. അതിൽ ഒരു 4 പൊട്ടറ്റോ, 3 സവോള, ഒരു മീഡിയം സൈസാണ്, ഒരുപാട് വലുതല്ല, അത്യാവശ്യം രീതിയിൽ ഒരു 2 നേരത്തിനുള്ള കറിയൊക്കെയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സവോളയും ഉള്ളിയും പിന്നെ പച്ചമുളകും വേറെ ഞാൻ അങ്ങനെ പിന്നെ ക്യാരറ്റും ഇടും. പിന്നെ അങ്ങനെ അധികം വെജിറ്റബിൾസ് ഒന്നും ഇടില്ല. ഇത്രയും വെജിറ്റബിൾസ് ഞാൻ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. സവോളയും പൊട്ടറ്റോയും ക്യാരറ്റൊക്കെ സ്ക്വയർ പീസസ് ആയിട്ടാണ് നുറുക്കണത് കേട്ടോ. പിന്നെ പച്ചമുളക് ഇങ്ങനെ വട്ടത്തിലരിഞ്ഞതും. ഞാനിവിടെ സ്റ്റൂ വയ്ക്കുക ഈ വെള്ളയപ്പത്തിലേക്കും നൂൽപുട്ടിലേക്കൊക്കെയാണ് കേട്ടോ. നൂൽപുട്ട് പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ, ഇടിയപ്പം. നമ്മളിവിടെ നൂൽപുട്ട് എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ഇതിലേക്കാണ്, ഈ 2 എണ്ണത്തിലേക്കാണ് സ്റ്റൂ ഉണ്ടാക്കുക. പിന്നെ സ്റ്റൂ അല്ലാണ്ട് തേങ്ങാപ്പാലും കൂട്ടിയിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. തേങ്ങാപ്പാലിൽ 1-ാം പാൽ എടുക്കണം. അതിൽ പിന്നെ വെള്ളം ചേർത്തിട്ട് എടുത്തുകൂടാ. 1-ാം പാലിൽ കുറച്ച് മധുരവും ചേർത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അത് തേങ്ങാപ്പാലിൽ പിന്നെ കുറേ വേറെ ഐറ്റത്തിൻ്റെ കൂടെ കഴിക്കാം. വെള്ളപ്പം, നൂൽപുട്ട്, പിന്നെ ബ്രെഡ്, പുട്ട്, അങ്ങനെ ഒരുവിധം എല്ലാത്തിലേക്കും എനിക്കിഷ്ടമാണ്. ഇനി ഓർത്താൽ ചിലപ്പോൾ വേറെ ഉണ്ടായിരിക്കും ഐറ്റംസ് പറയാൻ.
ഇതുപോലെ കഴിക്കുന്നവർ, ഇപ്പോൾ ഇത് കാണുന്നവരും കഴിക്കുന്നുണ്ടാവുമല്ലോ. ആർക്കൊക്കെയാണ് ഈ തേങ്ങാപ്പാൽ കൂട്ടിയിട്ട് കഴിക്കാൻ ഇഷ്ടം എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നെപ്പോലെ ആരൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് തുള്ളി വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. തുള്ളി വെള്ളം പറഞ്ഞാൽ ഒരു എന്താ പറയുക, 1/4 കപ്പൊന്നും വേണ്ട, ജസ്റ്റ് അതൊന്ന് വേവാനുള്ള വെള്ളം മതി. കുറച്ച് ഉപ്പിട്ടിട്ട് വേവിക്കുക. വെള്ളം അധികമായാലുണ്ടല്ലോ, നമ്മൾ തേങ്ങാപ്പാൽ പിന്നെ ചേർക്കുന്നതല്ലേ, അപ്പോൾ അതിൽ എന്തായാലും 2ാം പാലൊക്കെ എടുക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ വെള്ളം അധികമായി ഉണ്ടെങ്കിൽ പിന്നെ സ്റ്റൂവിൻ്റെ ശരിക്കുള്ള കൺസിസ്റ്റൻസി കിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് കറക്റ്റ് വെള്ളം ചേർത്താൽ മതി. ഇങ്ങനെ കരിഞ്ഞു പിടിക്കാതിരിക്കാനുള്ള വെള്ളം, അതായത് 1/4 കപ്പ്, 1/4 കപ്പിനേക്കാളും കുറവ് ചേർത്താൽ മതി. ഏട്ടൻ ചിരകാനുള്ള തേങ്ങ വെട്ടുണ്ട്. അപ്പോൾ അത് തേങ്ങ വെട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടി ചെന്നതാണ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ കപ്പ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ തിരിച്ചോടുകയാണ്. ഞാൻ തേങ്ങ വെട്ടുമ്പോൾ അപ്പം അതിൻ്റെ തേങ്ങ വെള്ളം കുടിക്കും. ഭയങ്കര ഇഷ്ടമാണ്. ഈ തേങ്ങ വെട്ടുമ്പോൾ തേങ്ങ വെള്ളം കുടിക്കാൻ ഓടുന്ന പോലെ തന്നെ വേറൊരു സ്വഭാവം കൂടിയുണ്ട് എനിക്ക്. ഈ തേങ്ങ ചിരവില്ലേ, അപ്പോൾ ആദ്യം ചിരകിയെടുക്കണ തേങ്ങയില്ലേ, അത് വാരി തിന്നും. അപ്പോൾ കല്യാണത്തിന് മുൻപും ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അമ്മ പറയായിരുന്നേ, അങ്ങനെ നമ്മളത് ശീലമായിട്ടുണ്ടെങ്കിൽ വേറൊരു വീട്ടിൽ, അതായത് കല്യാണം കഴിഞ്ഞിട്ട് പോണ വീടാണ്, വേറൊരു വീട്ടിൽ ചെന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ അതൊക്കെ ഒരു മോശമാണ്, അപ്പോൾ അങ്ങനെ ചെയ്തുകൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൺട്രോൾ എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് അവിടെ ചെന്നാൽ ഞാനങ്ങ് ശരിയായിക്കോളാം എന്ന് പറയും. ഞാൻ അങ്ങനെ നോക്കിക്കോളാം, ഞാൻ കൺട്രോൾ ചെയ്തിട്ട് പിടിച്ചോ ആയിക്കോളാം എന്നൊക്കെ പറയിട്ടാ. എന്നിട്ട് എന്താ, കല്യാണം കഴിഞ്ഞ് ചെന്നപ്പോൾ ഞാൻ തേങ്ങ ചേർക്കാൻ നിന്നപ്പോൾ ഞാൻ അപ്പോൾ അമ്മായിയമ്മ അടുത്ത്, അവിടെ തന്നെ അമ്മായിയമ്മയും എഴുത്തിയമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എനിക്കിങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്, തേങ്ങ വാരി തിന്നും ആദ്യത്തെ തേങ്ങ. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്തുകൂടാ, വേറൊരു വീട്ടിൽ ചെന്നാൽ അതൊക്കെ മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അങ്ങ് പറഞ്ഞു. അപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, അതിനെന്താ കഴിച്ചോ. അമ്മായിമ്മ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും ഇത് എന്തിൻ്റെ കുഞ്ഞാണോ എന്തോന്ന് വിചാരിച്ചതാണോ, ഇതിങ്ങനെ ഓപ്പണായിട്ടൊക്കെ പറഞ്ഞപ്പോഴേ. ഇത് ഉപ്പേരിക്കുള്ള ബീൻസ് അരിയാണ് കേട്ടോ. അരിയെ പറഞ്ഞാൽ മറ്റേ ചോപ്പറിലിട്ടിട്ട് ചെയ്യുന്നതാണ്. ബീൻസല്ലേ ഉപ്പേരി, അപ്പോൾ അത്ര ഷേപ്പൊന്നും വേണ്ട. നമ്മൾ അരിയുമ്പോഴാണല്ലോ ഈ ബീൻസിന് നല്ല ഷേപ്പിലൊക്കെ ചെയ്യാൻ പറ്റുക. ബീൻസിന് അത്രയൊക്കെ ഷേപ്പ് മതി, ബീൻസ് ഉപ്പേരി അല്ലേ, അത്രയൊക്കെ മതി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോപ്പറിലിട്ടിട്ടാണ്, എളുപ്പപ്പണിയല്ലേ, ചോപ്പറിലിട്ടിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കാണാൻ ലുക്ക് കുറയുന്നേ ഉള്ളൂ, പക്ഷെ നന്നായിട്ട് അങ്ങ് അരിഞ്ഞ് കിട്ടും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് പണിയും കഴിയുമല്ലോ. അപ്പോൾ അതൊക്കെ അരിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ തന്നെ തേങ്ങ നമ്മൾ ചേർക്കുമല്ലോ, തേങ്ങയും ചെറിയ ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് ചതച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ സ്റ്റൂവിനുള്ള വെജിറ്റബിൾസ് വേവിക്കാൻ കുക്കറിൽ വെച്ചിരുന്നില്ലേ, അതൊരു വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പ്രഷറൊക്കെ പോയപ്പോൾ അത് ജസ്റ്റ് ഓപ്പണാക്കി വെച്ചിട്ടുണ്ട്. പിന്നെയും അത് ഒരുപാട് നേരം ഇങ്ങനെ പ്രഷറിൽ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പ്രഷർ പോയിട്ടും വീണ്ടും ഇങ്ങനെ ഇരുന്നിട്ട് അത് വെന്തുടയണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ഓപ്പണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ബീൻസ് ഉപ്പേരിയിലേക്ക് അത് പിന്നെ എളുപ്പമല്ലേ, പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഉപ്പേരി വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ ബീൻസ് ഉപ്പേരി, അതായത് ബീൻസ് തോരൻ. ഞങ്ങളിവിടെ ഉപ്പേരിക്കും തോരനും ഒക്കെ ഉപ്പേരി എന്ന് തന്നെ പറയാം കേട്ടോ. അതിൽ കടുക് പൊട്ടിക്കണം, വെളിച്ചെണ്ണ ഒഴിക്കണം, കടുക് പൊട്ടിക്കണം, അരിഞ്ഞു വെച്ച ബീൻസ് ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിക്കണം. പിന്നെ അത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ ചതച്ച് വെച്ച എന്താ പറയുക തേങ്ങയും ഉള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ചതച്ചില്ലേ, അതും അതിൽ ചേർക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ ബീൻസ് ഒന്ന് വേവട്ടെ, അത് അടച്ചു വെച്ചിട്ട് നമുക്ക് സ്റ്റൂവിലേക്കുള്ള പണി തുടങ്ങാം. ഏട്ടൻ 2 തേങ്ങ ചിരകി തന്നിട്ടുണ്ട് കേട്ടോ. ഈ സ്റ്റൂവിലേക്ക് നല്ല തേങ്ങ വേണം. ഒരു തേങ്ങ, അതായത് 2 മീഡിയം സൈസ് തേങ്ങയാണ്, അത്ര വലിയ തേങ്ങയൊന്നുമല്ല. അപ്പോൾ ഒരു തേങ്ങ എന്തായാലും സ്റ്റൂവിലേക്ക് വേണം. ഒരു തേങ്ങ ചിരകിയത് ഞാൻ ഫ്രീസറിലേക്ക് എടുത്തു വയ്ക്കുകയും ചെയ്തു കേട്ടോ. സ്റ്റൂവിലേക്കുള്ളത് തേങ്ങ അപ്പോഴേ ചിരവിയ തേങ്ങ എടുക്കുന്നത് നല്ലത്. തേങ്ങാപ്പാലൊക്കെ കിട്ടണമെങ്കിൽ
മറ്റേത് ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച തേങ്ങ അതിൽ നിന്ന് പാലൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. നമ്മൾ ആദ്യത്തെ പാല് അതിൽ തീരെ വെള്ളം ചേർക്കാണ്ട് എടുക്കണം, അപ്പോൾ തണുത്ത കിട്ടില്ല. പിന്നെ അതിൽ ഫസ്റ്റ് ഒന്നാം പാലിങ് എടുത്തിട്ട് രണ്ടാം പാലിന് വേണ്ടിയിട്ട് മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ അത് അരിപ്പയിൽ ഇങ്ങനെ രണ്ടാം പാൽ അരിച്ചെടുത്താൽ മതിയല്ലോ. അപ്പോഴേക്കും അടുപ്പത്ത് വെച്ചിരുന്ന ബീൻസ് പാകം വേവായിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ, പച്ചമുളക്, ഉള്ളി അരച്ച് വെച്ചതില്ലേ, ചതച്ച് വെച്ചതില്ലേ, അത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സാക്കിയിട്ട് ഒന്നുകൂടി ഇങ്ങനെ അടച്ച് വെച്ചിട്ട്, പിന്നെ അത് വേറെ ലിഡ് വെച്ച് അടയ്ക്കണ്ട, വെറുതെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുത്താൽ മതി. അപ്പോഴേക്കും അതിൻ്റെ ഇടയിൽ ഞാൻ ഈ തേങ്ങാപ്പാലൊക്കെ രണ്ടാം പാലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. കൗണ്ടർ ടോപ്പൊക്കെ തേങ്ങാപ്പാലൊക്കെ എടുക്കുമ്പോൾ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ പിന്നെ അടുത്ത പണിക്കൊരു സുഖം കിട്ടും ചെയ്യുമ്പോൾ. ഇനി സ്റ്റൂവിലേക്ക് വേവിച്ച് വെച്ച വെജിറ്റബിൾസിലേക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുക. രണ്ടാം പാൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിലൊന്നും ഇടണ്ട, മീഡിയത്തിലിട്ടാൽ മതി. എന്നിട്ട് കുറച്ച് വേപ്പിലൊക്കെ ഇട്ട് ഞാനവിടെ കുരുമുളക് ചതയ്ക്കുന്നുണ്ട്, സ്പ്ലിറ്റ് ആക്കിയാൽ മതി. പൊടിച്ച കുരുമുളക് എൻ്റെ അടുത്തുണ്ട്, പക്ഷേ ഇതിലേക്കില്ലേ സ്റ്റൂവിലേക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടണം കുരുമുളക് ഇടുമ്പോൾ. ചതച്ച കുരുമുളകാണ്, അപ്പോൾ അതിനൊരു ടേസ്റ്റ് കൂടുതലാണ് നമ്മൾ പൊടിച്ച കുരുമുളക് ഇടുന്നേക്കാളും. സ്റ്റൂവിലേക്ക് പൊതുവെ നന്നായിട്ട് കുരുമുളക് ഇടണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അത് കുറച്ചുകൂടി ഇങ്ങനത്തെ ചതച്ച കുരുമുളകാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റാണ് അത് കഴിക്കാൻ. ഞാൻ ബർണറൊന്ന് മാറ്റി വെച്ചതാണ് കേട്ടോ സ്റ്റൂവിൻ്റെ. അപ്പോൾ അപ്പുറത്തുള്ളതാണെങ്കിൽ ഒരു ചെറിയ ബർണറാണ്, അപ്പോൾ അതിലിരുന്നിട്ടായിക്കോളും. എനിക്കാണെങ്കിൽ വെള്ളപ്പം ഉണ്ടാക്കാനൊരു പാകം ഫ്ലെയിം വരുന്നത് ഇതിലാണ്, അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി വെച്ചാണ് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഈ വെള്ളപ്പച്ചട്ടി വെക്കാൻ സുഖം മറ്റേ സ്റ്റൗവില്ലേ, സാധാ സ്റ്റൗവില്ലേ, അതിലാണ് വെക്കാൻ സുഖം. ഇതിലിങ്ങനെ ഇരുന്നാൽ ഇതിങ്ങനെ പരന്നും കൊണ്ടല്ലേ ഈ ഹോബിൻ്റെ, അപ്പോൾ ഇതിലിങ്ങനെ തൊടുമ്പോഴേക്കും ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. പിന്നെ ഇതിവിടെ സ്റ്റൂവും ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൽ വെക്കാൻ എളുപ്പത്തിന് പിന്നെ ഞാനൊക്കെ ഇവിടെ തന്നെ വെച്ചതാണ്. സ്റ്റൗവിൻ്റെ മുകളിൽ ശരിക്കിരിക്കും. ഇത് ഹോക്കിൻസിൻ്റെയാണ് കേട്ടോ, നല്ല വെള്ളപ്പച്ചട്ടിയാണ്. പക്ഷേ ഒരു പ്രശ്നമുള്ളതുണ്ടല്ലോ, അതിൻ്റെ ഹാൻഡിൽ വരുന്നതിൻ്റെ അവിടെ ഇത് എന്താ ഒരു ഇതുണ്ടാവില്ലേ, ഒരു എന്താ പിടിപ്പിക്കുന്ന സാധനമല്ലേ ഹാൻഡിൽ, അതിങ്ങനെ അവിടെ കണ്ടില്ലേ, അവിടേക്ക് മാവായിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്, അവിടെ കോട്ടിങ് വരുന്നില്ല അതിന്. അപ്പോൾ ഞാനാണെങ്കിൽ അതിൻ്റെ താഴെ, ശരിക്കും അതിൻ്റെ താഴെ ചെറിയ വെള്ളപ്പം ഉണ്ടാക്കിയാൽ മതി, താഴെ വരെ അങ്ങ് ആക്കിയാൽ മതി ഇങ്ങനെ ചുറ്റിക്കുമ്പോൾ. പക്ഷേ എനിക്ക് എപ്പോഴും അത് വെള്ളപ്പച്ചട്ടി ഇങ്ങനെ അങ്ങ് ചുറ്റിക്കുമ്പോൾ ഒരു സ്പീഡിലങ്ങ് ചെയ്യുമ്പോൾ അങ്ങ് കയറിപ്പോവും. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ, ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അവിടെ നിന്ന് ഇളക്കിയെടുക്കാനൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല വെള്ളപ്പച്ചട്ടിയാണ് കേട്ടോ. അപ്പോഴേക്കും ഇവിടെ സ്റ്റൂവിനുള്ള രണ്ടാം പാലൊക്കെ ഒഴിച്ചിട്ടുള്ളത് തിളച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുത്തു. ചേർത്ത് ഉടനെ തന്നെ കുരുമുളകില്ലേ അതും ചേർത്ത് കൊടുത്തു. എന്നിട്ട് പെട്ടെന്ന് തീ ഓഫാക്കി. ഇത് ഒന്നാം പാൽ ചേർത്താൽ പിന്നെ തിളയ്ക്കണ്ടല്ലോ. ഇതിൽ നല്ല വേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ സ്റ്റൂവിന്. ഇനി ഇതിൽ ഇപ്പോൾ തീ ഓഫാക്കിയിട്ട് ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂണൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ വെള്ളപ്പത്തിൻ്റെ മാവ് ഞാൻ എങ്ങനെ ഉണ്ടാക്കാമെന്നറിയോ, അതിൽ പച്ചരി തേങ്ങയും അരച്ച് അതിൽ കപ്പി കാച്ചി ചേർക്കാമെന്ന് പറയില്ലേ, പച്ചരി അരച്ചതിൽ വെള്ളം ചേർത്തൊന്ന് കുറുക്കിയെടുത്തിട്ട് അടുപ്പത്ത് വെച്ച് കുറുക്കിയെടുത്തിട്ട് ചൂടാറുമ്പോൾ അതിൽ മിക്സ് ചെയ്ത് ചേർക്കുക. എന്നിട്ട് ഞാനൊരു നുള്ള് ഈസ്റ്റ് ഇടും. എനിക്ക് ഈസ്റ്റ് ഇട്ടിട്ടില്ലെങ്കിൽ അത് അത്ര കറക്റ്റായിട്ട് അതിൻ്റെ ആ പെർഫെക്ഷനിൽ വരില്ല എനിക്ക്. പലരും ഇങ്ങനെ ഈസ്റ്റ് ഇല്ലാണ്ടൊക്കെ ഉണ്ടാക്കും എന്നൊക്കെ പറയും, പക്ഷേ എനിക്കങ്ങനെ വരാറില്ല. പക്ഷേ ഇങ്ങനെ കപ്പി കാച്ചിട്ട് ചേർക്കണ സമയത്ത് ഒരു നുള്ള് ചേർത്താൽ മതി. ഒരു നുള്ള് പറഞ്ഞാൽ ഒരു നുള്ള് തന്നെ ചേർത്താൽ മതി, അധികമൊന്നും വേണ്ട. അപ്പം ഞാനായിരിക്കും എനിക്കത് ഫ്ലോപ്പാവും ആ ഈസ്റ്റ് ഇല്ലാണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അത് കാരണം ഞാനത് ചേർക്കാറുണ്ട്. പിന്നെ ചോറരച്ച് ചേർക്കും ചില ദിവസം, കപ്പി കാച്ചിട്ടുള്ള ചേർക്കാത്ത ദിവസം ഉണ്ടാവില്ലേ. അപ്പോൾ ഞാൻ ഇതേപോലെ പച്ചരി, തേങ്ങ, ചോറ്, പിന്നെ പഞ്ചസാര, ഉപ്പ്, ഈസ്റ്റ്, അപ്പോഴും ഈസ്റ്റ് ഇടും. അങ്ങനെ ഉണ്ടാക്കും. പക്ഷേ അതിനേക്കാളും ചോറരച്ച് ചേർക്കണേക്കാളും കുറച്ചുകൂടി സോഫ്റ്റായിട്ട് വരിക ഈ
ഇങ്ങനെ കപ്പി കാച്ചിയത് ചേർത്തിട്ടുണ്ടാക്കുമ്പോഴാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്തായാലും ഞാൻ ഒരു നുള്ളി ഈസ്റ്റ് ഇടാറുണ്ട് കേട്ടോ. ഇതിനിടയിൽ ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും സൂര്യനുള്ള പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കണ്ട വെള്ളപ്പം നല്ല സോഫ്റ്റായിട്ട് ഇരിക്കണില്ലേ? കാണുമ്പോൾ തന്നെ അറിയുന്നില്ലേ നന്നായിട്ടുണ്ടെന്ന്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, മീര എന്ന പേര്, മീരേച്ചി. അബുദാബിയിൽ നിന്ന് പരിചയപ്പെട്ടതാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ അവരുണ്ടാക്കും ഇതിൽ തേങ്ങ ഒന്നും ചേർക്കാണ്ട് പച്ചരിയും അവിലും മാത്രം ചേർത്തിട്ട് അതിൽ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും ചേർക്കില്ല, പഞ്ചസാരയോ ഉപ്പും ഇടും. പക്ഷേ നല്ല ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് കാണും കേട്ടോ. കഴിച്ചിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ഞാൻ അതുപോലെ ഉണ്ടാക്കി, പക്ഷേ ഫ്ലോപ്പായി. എനിക്കതുപോലെ കിട്ടിയിട്ടില്ല. ഇനി ആരെങ്കിലുമൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇനി എനിക്കും അതുപോലെ ഒന്നുകൂടി ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്യുകയും ചെയ്യാമല്ലോ. വേറെ ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമുക്കൊരു ഉണ്ടാക്കാനൊരു ഇത് തോന്നുമല്ലോ. വെള്ളപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ പാലൊന്ന് ചെറുതായി തിളച്ച് തൂവിണ്ട് കേട്ടോ. ഭാഗ്യത്തിന് ബർണറിൽ എവിടെയും ആയിട്ടില്ല, തുള്ളി അതിൻ്റെ പുറത്തൊക്കെ ഒന്നായിട്ടുണ്ട്. അതിനിപ്പോൾ കുക്കിങ്ങിൻ്റെ ഇടയിൽ ക്ലീനിങ് കൂടി അങ്ങ് നടത്തട്ടെ, അല്ലെങ്കിൽ ആ സ്റ്റൗവിൻ്റെ മുകളിൽ ഇങ്ങനെ പാലൊക്കെയായിട്ട് കിടക്കുമ്പോൾ ഒരു ഇതില്ലല്ലോ. പാല് കാച്ചുമ്പോൾ അടച്ചു വെക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഞാനത് പെട്ടെന്നൊന്നും ആയിക്കോട്ടെ, ഞാൻ അതിലേക്ക് തന്നെ ശ്രദ്ധിച്ച് നിന്നോളാന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്ന് ലിഡ് വെച്ചതാണ്. അതുവരെ അതിലേക്ക് തന്നെ നോക്കി നിന്നത്. പക്ഷേ എപ്പോഴാണോ തുള്ളി തിളച്ച് പോയി. അല്ലെങ്കിലും പാലിന് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടല്ലോ അല്ലേ. അങ്ങനെ വെള്ളപ്പം സ്റ്റ്യൂവും റെഡിയായി. ഇനി ഞങ്ങളിത് കഴിക്കട്ടെ കേട്ടോ. അതിനിടയ്ക്ക് ഏട്ടന് കൊണ്ടുപോകാനുള്ള ലഞ്ചും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സൂര്യൻ ഇപ്പോൾ കഴിക്കാൻ എത്തിയിട്ടില്ല, അവൻ കുളിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് അവൻ വരട്ടെ. ഇനി കിച്ചണിലൊക്കെ ഒന്ന് ഒതുക്കി വെക്കണതിൻ്റെ മുന്നേ മുറ്റൊക്കെ ഒന്ന് ക്ലീനാക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. മുറ്റൊക്കെ ഒന്ന് ക്ലീനാക്കി. ഇപ്പോൾ ഇതിൻ്റെ സൈഡിൽ അധികം ഒന്നും ഇലയൊന്നും വീഴില്ല, എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടായിരിക്കും. അതിങ്ങനെ ഫുൾ അടിച്ചു വരാനൊന്നും പറ്റില്ലല്ലോ, മെറ്റലിട്ടിട്ട് സ്റ്റെപ്പിംഗ് സ്റ്റോൺ പോലെ ചെയ്തിരിക്കുകയെന്നല്ലേ. ഇവിടെയൊക്കെ നല്ല വെയിലാണ്, മുറ്റത്തും അത് നല്ല വെയിലാണ് കേട്ടോ. വർക്ക് ഏരിയ ഈ ബാക്ക് സൈഡിൽ അധികം വെയിൽ വരില്ല. അപ്പോൾ കിച്ചണിൽ ഇതൊക്കെ ഒതുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര കടുത്ത വെയിൽ വരുന്നുണ്ടാവും. ഇപ്പോൾ തന്നെ രാവിലെ നേരത്തെ തന്നെ ഭയങ്കര വെയിലാണ്. അപ്പോൾ അതാണ് ഞാൻ അതൊക്കെ അവിടെ വെച്ചിട്ട് വേഗം മുറ്റത്തേക്ക് ഇറങ്ങിയത്. അതൊന്ന് ജസ്റ്റ് വേഗം ക്ലീൻ ആക്കിയിട്ട് പിന്നെ അടുക്കളയിൽ ബാക്കിയുള്ളത് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട്. ഇവിടെ ആണെങ്കിൽ ഒരു മാവ് നിൽക്കുന്നുണ്ട്, അതിൻ്റെ മുകളിൽ നിറയെ കണ്ണിമാങ്ങയും അതിൻ്റെ പൂക്കളും ഇലയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞിട്ട് നിറയെ ഇവിടെ ഉണ്ടായിരിക്കും. നിറയെ ഇലകളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ടാവും. അങ്ങനെ മുറ്റം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്കൊക്കെ ഒതുക്കി പെറുക്കാനൊക്കെ എത്തിയതാണ്. ഇനി ഉപ്പേരിയൊക്കെ ഒരു വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ച് സ്റ്റൂ ഒക്കെ വേറെ ഒരു ബൗളിലേക്ക് മാറ്റി പാത്രങ്ങളൊക്കെ കഴുകി ഒക്കെ ഒതുക്കി ഒക്കെ റെഡിയാക്കി വെക്കണമല്ലോ. ഇനിയിപ്പോൾ അധികം കുക്കിംഗ് ഒന്നും അധികം ഇല്ല. കറി ഇന്നലത്തെ ഇരിക്കുന്നുണ്ട്, സാമ്പാർ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനും അത് തന്നെയാണ് കൊടുത്തു വിട്ടത് സാമ്പാർ. ഞങ്ങൾക്കുള്ള സാമ്പാറുണ്ട്, സൂര്യനും ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങൾക്കുള്ള സാമ്പാറും ഉണ്ട്, ഉപ്പേരിയൊക്കെ ഒക്കെ റെഡിയല്ലേ. ഇനി കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട്. എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ട്, പഞ്ചായത്ത് ഓഫീസിൽ വരെ ഒന്ന് പോകാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ് ഫുൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എൻ്റെ വീട്ടിലൊന്ന് പോകാനുണ്ട് ഇന്ന് വൈകുന്നേരം. അപ്പോൾ പണികളൊക്കെ കുറച്ചുകൂടി സ്പീഡാവുമല്ലോ നമുക്ക് പെണ്ണുങ്ങൾക്ക് അങ്ങനെയല്ലേ. സ്വന്തം വീടായിട്ടുണ്ടെങ്കിലും നമ്മളുടെ വീട്ടിൽ പോകുക എന്ന് പറയുമ്പോൾ അന്ന് വീട്ടിലെ പണികളൊക്കെ ചെയ്യാൻ കുറച്ച് സ്പീഡ് കൂടും, എനർജി കൂടും അല്ലേ. ഇതൊക്കെ കഴിഞ്ഞിട്ട് പോകുക എന്നുള്ളൊരു സന്തോഷം ഉണ്ടാവുമല്ലോ.
ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ എൻ്റെ കഥ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ഞാനിത് അജ്മാലിലായിരിക്കുമ്പോഴാണ് കേട്ടോ തുടങ്ങിയത്. ഇനിയിപ്പോൾ വരുന്ന ജൂലൈയിലേക്ക് ചിലപ്പോൾ ഒരു 4 വർഷമായി ആവും തോന്നണം. എനിക്ക് കറക്റ്റ് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. ഞാനിപ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഡേറ്റും കാര്യമൊന്നും കറക്റ്റ് ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ. ഏകദേശം ഇങ്ങനെ പറയാണ്. അപ്പോൾ കൊറോണയൊക്കെ ആവണതിൻ്റെ മുന്നെയാണ് കേട്ടോ. സാധാരണ ഒരു കൊറോണ കാലത്ത് എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങിയില്ലേ? അപ്പോഴല്ല, അതിന് കൊറോണ വരുന്നതിൻ്റെ മുൻപാണ് തുടങ്ങിയത്. അപ്പോൾ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അടുത്തുള്ള ഒരു ഫാമിലി ഉണ്ടായിരുന്നു, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിച്ചത്, എന്തോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ, നല്ലതല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു, യൂട്യൂബ് ചാനൽ ഞാനോ? അതൊക്കെ തുടങ്ങുക എന്തോ വലിയൊരു, എന്താ പറയുക, നമുക്കൊന്നും പറ്റില്ല, നമ്മളെ കൊണ്ടൊന്ന് യൂട്യൂബ് ചാനൽ നമുക്കൊക്കെ തുടങ്ങാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന്. അതിനെ പറ്റി ആലോചിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ എനിക്ക് പറ്റുമോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, പിന്നെ അതൊക്കെ ചെയ്യാൻ പറ്റും, എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, അവർ ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. സിമ്പിളാണ്, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ അതിൽ ഇട്ടാൽ മതി, ചെയ്താൽ മതിയല്ലോ, ഒന്ന് ചെയ്ത് തുടങ്ങി നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് തുടങ്ങിയത്. അങ്ങനെ തുടങ്ങാൻ വന്നപ്പോൾ പക്ഷേ യൂട്യൂബ് എങ്ങനെ, അതിനെ പറ്റിയിട്ട് ഒന്നും കാര്യമായിട്ട് അറിയൂല. എങ്ങനെ തുടങ്ങുക, എന്ത് ചെയ്യണം, എങ്ങനെ ഇപ്പോൾ വീഡിയോ എടുക്കണം എന്നൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ ഒരു യൂട്യൂബ് എടുക്കുന്ന ഒരാളെ എന്നെ പരിചയപ്പെടണമല്ലോ. അങ്ങനെ കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ യൂട്യൂബ് ചെയ്യുന്ന ഒരു ഫ്രണ്ടിനെ എനിക്ക് കിട്ടി. അങ്ങനെ അവളാണ് യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ ഇങ്ങനെ ചെയ്തോ, ഈ പേര് വെച്ചോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞു തന്നു. പിന്നെ എഡിറ്റിംഗ് എങ്ങനെയാണ്, ഏത് ആപ്പ് വെച്ചിട്ടാണ് ചെയ്യണത്, അങ്ങനെയൊക്കെ കുറേ ഹെൽപ്പൊക്കെ ചെയ്തു. അങ്ങനെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടാണ്. അന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ കുക്കിംഗ് മാത്രം ഇങ്ങനെ കാണിക്കുന്നു. എന്താ പറയുക, അപ്പോൾ തന്നെ ഇങ്ങനെ സംസാരിച്ചിട്ടല്ലേ ചെയ്യുക, പിന്നീട് വോയിസ് കൊടുക്കുക, അങ്ങനെയൊന്നുമല്ല, അപ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, എന്താ പറയുക, ഒരു ഐഡിയ ഉണ്ടാവില്ല. ഒക്കെ ഇങ്ങനെ മനസ്സിലെങ്ങനെ പറഞ്ഞ് പഠിച്ചിട്ടാണ് ചെയ്യാൻ തുടങ്ങുക. പക്ഷെ സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് മുളകിടുക, മഞ്ഞളിടുക എന്നൊക്കെ ഇങ്ങനെ പറയില്ലേ, അപ്പം ഞാൻ മറന്നു പോവും. ഇത് മുളക് പൊടിയൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ അയ്യോ ഇതെന്താ എന്നുള്ളതായി. അതേ സ്ഥിരം മുളക് എന്നൊന്നും പറയാൻ കിട്ടില്ല, ആദ്യമായിട്ട് ചെയ്യല്ലേ. അങ്ങനെ അതൊക്കെ ഒരുവിധം റെഡി ആയിട്ട് വന്നു. കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ ചെയ്തൊക്കെ റെഡിയായി വന്നു. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കൊറോണ കഴിഞ്ഞില്ല, കൊറോണ കാലത്താണ് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വന്നത്. പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ പിന്നെ അതിനൊന്നും വീഡിയോ ഒന്നും ഇടാണ്ടായി. പിന്നെയാണ് ഇപ്പോൾ ഈ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ, അതിൻ്റെ ഇടയിൽ ആ വീട് വെക്കുന്നതിൻ്റെ സമയത്ത് ഇങ്ങനെ തറപ്പണിയൊക്കെ കഴിഞ്ഞ സമയത്ത് 1-2 വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കട്ടില വെപ്പ്, അതേപോലെ വീടിൻ്റെ കുറച്ച് പണികളൊക്കെ ആയപ്പോൾ അങ്ങനെ എന്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഐക്യയിൽ പോണ സമയത്ത് അതിൻ്റെ ഒരു വീഡിയോ ഇട്ടു. അങ്ങനെ എപ്പോഴെങ്കിലൊക്കെ ഇടുള്ളൂ. അപ്പോൾ അധികം റീച്ചൊന്നും ഉണ്ടാവില്ല, വ്യൂസൊന്നും അധികം ഉണ്ടാവില്ല. നമ്മളെപ്പോഴെങ്കിലൊക്കെ അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ കിടന്നു. പിന്നെ ഈ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും എനിക്ക് യൂട്യൂബിൽ എന്താ പറയുക, അത്രയും നമ്മൾ ആഗ്രഹിച്ച് കുറേ കാലമായിട്ട് നമ്മളുടെ മനസ്സിലൊരു മോഹമുണ്ട് ഇതിങ്ങനെ ചെയ്യണം എന്നുള്ളത്. അത് ഇപ്പോഴാണ് നടന്നു കിട്ടിയത്. ഞാൻ ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നിട്ടും ജോലി ചെയ്തിരുന്നു കേട്ടോ. ഇവിടെ ഒരു എക്സ്പോർട്ടിങ് കമ്പനിയിൽ ഞാൻ ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് തന്നെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഹൗസ് വാമിംഗ് വരെയും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ പഞ്ചായത്ത് ഓഫീസ് വരെ പോവാണ്. അവിടെ വീടിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ വേഗം പോയി വന്നു. ഇനി സൂര്യന് സ്കൂളിൽ പോകാറേ, എക്സാം അല്ലേ, അപ്പോൾ അവന് ഫുഡൊക്കെ കൊടുക്കാണ്ട്. അവനൊരു ബുൾസൈ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഉപ്പേരിയും കറിയൊക്കെ ഉണ്ട്, എന്നാലും അവന് ബുൾസൈ കണ്ടാൽ ഹാപ്പിയാണ്. അപ്പോൾ പിന്നെ അത് ഉണ്ടാക്കി കൊടുക്കാം.
മുൻപ് അവൻ ചെറിയ കുട്ടിയാകുമ്പോഴേ ഈ ബുൾസൈ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മഞ്ഞ ഇങ്ങനെ പൊട്ടി ഇതേപോലെ ആവാൻ പാടില്ല, അതിങ്ങനെ ഉണ്ടയിട്ട് തന്നെ നിൽക്കണം. പൊട്ടിയിട്ടുണ്ടെങ്കിൽ വലിയ വിഷമമാണ്. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഞാനാണെങ്കിൽ അങ്ങനെ അങ്ങനെ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ ഒരു പച്ചമണം ഉണ്ടാവില്ലേ എന്നൊരു തോന്നലാണ് ഞാനതിനെ കുത്തിപ്പൊട്ടിച്ചിട്ട് ഈ ഷേപ്പിലാക്കണത്. അവൻ ലഞ്ച് കഴിച്ചിട്ട് എക്സാമിന് പോകാൻ ഇറങ്ങി. ജസ്റ്റ് ഓപ്പോസിറ്റാണ് ബസ് സ്റ്റോപ്പ് നിൽക്കുന്നത്. ഇനി ഞാൻ ലഞ്ച് കഴിക്കട്ടെ കേട്ടോ. ഇനി കുറച്ച് നേരം വീഡിയോ എഡിറ്റിങ്ങിന് ഇരിക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ സൂര്യൻ എക്സാമൊക്കെ കഴിഞ്ഞ് എത്താറായി. ഞങ്ങൾക്കിന്ന് കുമ്പിടി പോകാണ്ടെന്ന് പറഞ്ഞില്ലേ എൻ്റെ വീട്ടിൽ. അതിന് മുന്നേ ഒരു ഇനാഗ്രേഷന് പങ്കെടുക്കാനുണ്ട്. എൻ്റെ ഒരു ചേച്ചീൻ്റെ പെട്രോൾ പമ്പാണ് അത്. കുമ്പിടി കുറ്റിപ്പുറം റോഡില്ലേ അവിടെയാണ്. അത് മന്ത്രി രാജേഷാണ് ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഈവനിങ്ങിലാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് അതിൽ പങ്കെടുത്തതിന് ശേഷം ആണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോഴേക്കും ഇവിടെ കുറച്ചുകൂടിയും പണിയൊക്കെ ഉണ്ട്. വെള്ളം കഴിഞ്ഞു. നമ്മൾ ദാഹശമനി കരിങ്ങാലി വെള്ളം ഉണ്ടാക്കി വയ്ക്കില്ലേ, അത് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോട്ടർ അടിച്ചിട്ട് ഡയറക്റ്റ് വെള്ളം എടുക്കുന്നതാണ് കേട്ടോ. അതിപ്പോൾ ഒന്ന് തിളപ്പിച്ച് വെക്കണം. പിന്നെ ചെറിയ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ചെയ്തിട്ട് വേണം ഇറങ്ങാൻ. ഇനാഗ്രേഷന് ക്ഷണിച്ചപ്പോൾ ഈവനിങ്ങിലാന്ന് പറഞ്ഞപ്പോഴേ പോണില്ല എന്നാണ് വിചാരിച്ചത്. സൂര്യൻ എക്സാം കഴിഞ്ഞ് വരുന്ന നമ്മളവിടെ എത്തുമ്പോഴേക്കും വൈകില്ലേ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ എന്തായാലും വരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി, ഇനിയിപ്പോൾ അത് ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും ഇനാഗ്രേഷൻ കഴിയുമോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. എന്തായാലും ഇനാഗ്രേഷൻ കഴിഞ്ഞാലും ബാക്കി എല്ലാവരെയും കാണാമല്ലോ. ഇനാഗ്രേഷൻ കഴിയുമോ ഇല്ലേ എന്നൊക്കെ പോയി നോക്കിയാലല്ലേ അറിയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇവിടുത്തൊക്കെ സൂര്യൻ ഇപ്പോൾ വരും. അപ്പോൾ അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അവൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇറങ്ങാൻ. എന്തായാലും പോയി നോക്കട്ടെ. ഇവിടുന്ന് 1 മണിക്കൂർ എടുക്കും ബൈക്കിന് പോകുമ്പോൾ. ഞാനും അവനും കൂടിയിട്ട് സ്കൂട്ടറിലല്ലേ പോകുന്നത്. അപ്പോൾ 1 മണിക്കൂർ എടുക്കും കുമ്പിടിയിലെത്താൻ. ഇങ്ങനെ ഈ ഡൈനിങ് സ്പേസിൽ ഒരു ബേ വിൻഡോ ചെയ്ത് നല്ല സൗകര്യമാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾക്കിങ്ങനെ വെറുതെ ഇരിക്കാനും ഒരു രസമാണ് അവിടെ. പോരാത്തതിന് ഇപ്പോൾ ഗസ്റ്റ് ആരെങ്കിലുമൊക്കെ വന്നിട്ട് കുറച്ച് ആൾക്കാർ അധികം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരിങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് കുറച്ച് പേര് അധികമൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ബേ വിൻഡോൻ്റെ മുകളിൽ ബാക്കിയുള്ളവർക്ക് ഇരുന്ന് സംസാരിക്കാനും എല്ലാവർക്കും ഇങ്ങനെ കുറേ സീറ്റ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഞങ്ങൾ സാധാ ഒരു ഡൈനിങ് ടേബിൾ ഒരു 6 സീറ്ററാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഈ ബേ വിൻഡോ വരുമ്പോൾ ഉണ്ട്. വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നില്ലേ, അതിൽ കരിങ്ങാലി ദാഹശമനില്ലേ ആ പൊടിയിട്ടാണ് വെള്ളം തിളച്ചു. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോൾ സൂര്യൻ വരാറായി. ഇനിയിപ്പോൾ അവന് ചായക്കുള്ള രാവിലെ വെള്ളപ്പല്ലായിരുന്നു, വെള്ളപ്പം സ്റ്റൂളുണ്ട്. അപ്പോൾ അതിരിക്കുന്നുണ്ട്. ഇനി ചായ ഉണ്ടാക്കിയാൽ മതി. പിന്നെ അവൻ വരുമ്പോൾ എന്തായാലും ഒരു ലൈം ജ്യൂസ് അവന് വേണം. ഇപ്പോൾ അത് കുടിച്ചപ്പോൾ അവന് ശീലമായിരിക്കണം. അപ്പോൾ അത് നിർത്താൻ പറഞ്ഞിട്ട് ഇപ്പോൾ അല്ലമ്മ അത് വേണം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കാം. അപ്പോൾ അതാ എക്സാം കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് എക്സാം എന്നൊക്കെ ചോദിച്ചപ്പോൾ കുഴപ്പമില്ല എന്നൊക്കെയാണ് പറയുന്നത്.
ഞങ്ങൾക്ക് ഉണ്ടാക്കുള്ള ചായയൊക്കെ റെഡിയാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അവന് വെള്ളപ്പവും സ്റ്റൂ ഉണ്ട്. ഞാൻ കഴിക്കില്ല, ഞാൻ ചായ മാത്രം. എന്തിനാ വെറുതെ അതും ഇതൊക്കെ കഴിച്ചിട്ട് തടി കൂട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനാഗ്രേഷനും അത് കഴിഞ്ഞിട്ട് കുമ്പിടിക്കും ഒക്കെ ആയിട്ട് പോകാൻ ഇറങ്ങിയിട്ടാണ്. അവിടെ എത്ര മണിക്ക് എത്താൻ അറിയില്ല, 1 മണിക്കൂർ എടുക്കുമല്ലോ. ഇനാഗ്രേഷൻ കഴിയുമോ എന്തോ, രാജേഷിനെ കാണാൻ പറ്റുമോ എന്തോ. അങ്ങനെ ഞങ്ങൾ കുറ്റിപ്പുറമൊക്കെ കഴിഞ്ഞ് മലപ്പുറം ബോർഡറും കഴിഞ്ഞ് പാലക്കാട് ഡിസ്ട്രിക്റ്റിലേക്കൊക്കെ എത്തി. കുമ്പിടിക്ക് എത്തുന്നതിൻ്റെ മുന്നെയാണ് കേട്ടോ പെട്രോൾ പമ്പ്. കുറ്റിപ്പുറം കുമ്പിടി റോഡിൽ അതാ നിറയെ ആൾക്കാരൊക്കെ ഉണ്ട്, വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിത് ഇത്തിരി വൈകിട്ടാണ് അവിടെ എത്താൻ. മന്ത്രിയുടെ വണ്ടിയൊക്കെ അവിടെ കണ്ടു, പക്ഷേ വണ്ടി പാർക്ക് ചെയ്ത് അങ്ങോട്ട് നടന്നു ചെന്നപ്പോഴേക്കും മന്ത്രി പോയി. അപ്പോൾ മന്ത്രീനെ കാണാൻ പറ്റിയില്ല. എന്നാലും അവിടെ എല്ലാവരും നമ്മളുടെ കുടുംബക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ അടുത്തൊക്കെ സംസാരിച്ചു, കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു. അങ്ങനെ പിന്നെ ഒക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയി. ഇന്നത്തെ വീഡിയോ ലെങ്തി ആയി പോയല്ലേ. അത് ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമ്പോൾ വലുതായി പോവുകയാണ് വീഡിയോ കേട്ടോ. ഇനിയൊരു കാര്യം ചെയ്യാം, ഞാൻ മോർണിംഗ് റൂട്ടീനോ ഈവനിങ് റൂട്ടീനൊക്കെ ആയിട്ട് ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.